ഊരിയാൽ ഇപ്പം വെറുതെ ആ വീട് അടച്ചുകൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നീ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? വീടൊന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ. അടുത്തുള്ള പിള്ളേർ അവിടെയാ ചീട്ടുകളിയൊക്കെ. എന്താ റഹീം, റെഡിയായോ? അല്ല റഹീം, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയെ ഇന്നും നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല. വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേയില്ലല്ലോ. ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അടഞ്ഞിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കട്ടെ. എന്തായാലും 12-ാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഭേദമാണല്ലോ. ഓ അതെ 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 അതെ. എന്തിനാടാ ഇങ്ങനെ പുറകെ മണത്ത് നടക്കുന്നത്? പോയി കാറിലിരിക്കും. റഹീം, ഇതൊന്ന് തുറക്കൂ. അല്ല, ഞാൻ പറയുമ്പോ തെറ്റാണെന്ന് തോന്നും. എന്നാലും പറയുക, ആ റഹീമിന് കുറച്ചുനാൾ ലീവ് കൊടുക്കണം. ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ അമ്മയെ പറ്റിയാ. കാർ ഓടിക്കുമ്പോൾ തന്നെ എത്ര ആബ്സെന്റ് മൈൻഡഡ് ആണെന്നോ. ഇന്ന് പോരുന്ന വഴി 4 വെച്ച് ഞാൻ കരുതി എല്ലാം തീർന്നെന്ന്.
നിന്നോട് അയാൾ പറഞ്ഞോ അവധി വേണമെന്ന്? എന്ന് പറഞ്ഞില്ല. പക്ഷേ ഈയിടെ അയാൾക്ക് ഏതു നേരവും ചിന്ത അത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അത് പറയാൻ അയാൾക്ക് വൈമനസ്യം കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ വരട്ടെ. എന്താ റഹീം പറയുന്നത്? തെറ്റിദ്ധരിക്കരുത് സാർ. സാറിനെ പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഉമ്മായി ഇങ്ങോട്ടുണ്ടെന്ന് ആരെങ്കിലും കാണിച്ചാ പോരെ? ഇനി ആരെയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല സാർ. ഉമ്മയുടെ അസുഖം മാറുന്നൊന്നുമല്ല. പിന്നെ ഇനിയുള്ള സമയം ഉമ്മയുടെ അടുത്തിരിക്കുക, അത്ര തന്നെ. റഹീമിന് നിർബന്ധമാണോ പോണമെന്ന്? റഹീമിന്റെ പ്രയാസം മനസ്സിലാക്കാതെ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ? അമ്മയുടെ ഈ നിലയിൽ ഒരു മകന് പോകാതിരിക്കാനൊക്കുമോ? പോരെങ്കിൽ റഹീം ഒറ്റ മകനാണ് താനും. എന്താ റഹീം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാൽ അങ്ങനെ ആകട്ടെ. റഹീമിന് എന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം റഹീമിനുണ്ടായിരിക്കും. എന്നോടൊന്നും പറയാതെ പോവുക അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ മണിയമ്പിള്ളയും കേട്ടതല്ലേ? വീട്ടിൽ ഉമ്മാക്ക് അത് കള്ളം. എന്ത്? ഉമ്മാക്ക് വേണ്ടി പോണെന്ന് പറയണത് കള്ളം. സത്യം എനിക്കറിയാം. ഇവിടത്തെ കൊച്ചമ്മ ചീത്തയാ, എനിക്കറിയാം. മണിയമ്പിള്ള, നീ ഒരിക്കൽ കൂടി മണിയമ്പിള്ള അങ്ങനെ പറയരുത്. അദ്ദേഹം എനിക്ക് അച്ഛനെ പോലാണ്. ഇങ്ങനെ ഞാൻ പിടിച്ചു തന്നു. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് കറവറില്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. വലിയ വലിയ വീടുകളിലെ ഡ്രൈവറായാൽ കാർ ഓടിച്ചാൽ മാത്രം പോരാ. വലിയ വീട്ടിലെ ഡ്രൈവറായ കാർ ഓടിച്ചാൽ മാത്രം പോരാ. പിന്നെ ഇവിടത്തെ ആൾക്കാർ ചീത്തയാ, എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് തോന്നുക ഒന്നുമല്ല, ഈശ്വരനാണ് ഞാൻ പറയുക. ഇവിടത്തെ ആൾക്കാർ ചീത്തയാ. അപ്പൊ ഞാനോ? അതറിഞ്ഞുകൂടാ. ഇന്നലെ നിന്റെ അച്ഛൻ എനിക്ക് പ്രീച്ചായ തന്നല്ലേ? അതെന്റെ വാപ്പിയൊന്നല്ല. എനിക്ക് ഉമ്മയില്ല, വാപ്പിയില്ല. എന്നെ എടുത്തു വളർത്തി വല്യാപ്പയാ. അപ്പൊ അമ്മ അച്ഛനും എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ വല്യാപ്പയുടെ മോളാ. വല്യാപ്പയ്ക്കെന്നെ വലിയ ഇഷ്ടാ. പക്ഷേ വല്യാപ്പയ്ക്ക് സുഖമില്ല. നിക്കറ നെപ്പി വീണ് പടയ്ക്കും. വായനും പതയും വരും. അയ്യോ, അത് തന്നെയാ, മാറൂല. നാട്ടിൽ കുട്ടിക്കൃഷ്ണമേശ്വരിയുടെ മോനും അത് വന്നാ ചത്തെ. എന്താണ് ഇവിടെ നിൽക്കുന്നേ? പശുവിനെ മേയ്ക്കാൻ വന്നതാ. പശുവിനെ മേയ്ക്കാൻ വന്നതാ. ഇവനേതാ? അടുത്തുള്ളതാ. അടുത്തുള്ളതോ? ഇതാ, ഇത് നിനക്കുള്ളതാ. എന്തിനാ അത് വലിച്ചെറിഞ്ഞ്? അയാൾ എനിക്കിഷ്ടമല്ല. അയാൾ ചീത്തയാ. ഇപ്പൊ സമ്മതിച്ചേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ എല്ലാരും ചീത്തയാന്ന്. ഞാൻ പോവാ. വിദ്യാർത്ഥി ലോകത്തിന്റെ അഭിമാന ഭാജനം നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ഗോപിനാഥൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? 71 ഇവിടെ എന്താണ് സംഭവിച്ചത്? 75 എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാറോ എന്ന് നിങ്ങൾക്ക്. ഇപ്പോൾ 81 അതേ സ്ഥിതി തന്നെ തുടരുകയാണ്. വിദ്യാർത്ഥികളോട് തരിമ്പ് പോലും ആലോചിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നിശ്ചയിച്ചിരിക്കുകയാണ്.
ഈ പരീക്ഷ യൂണിവേഴ്സിറ്റി അധികൃതർ മാത്രം ചേർന്നിരുന്ന് എഴുതാനേ പോകുന്നുള്ളൂ എന്നുള്ള വിവരം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇലക്ഷന്റെ കാര്യത്തിൽ ഇതേ പ്രിൻസിപ്പലിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പൊ പരീക്ഷയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിന്റെ കാര്യം ഞാൻ കാണുന്നില്ല. പറഞ്ഞോ തന്നെ ചെറിയ വൈകുന്നേരം കാണണേ, ഒരു പിരിവുണ്ട്. ഉഗ്രായിരുന്നു. എന്തോന്ന്? ഞാൻ കേട്ടല്ലേ, ഉഗ്രായിരുന്നു. ഞാനിവിടെ ചേർന്ന കൈയടിച്ചേ. വാ കേറി വാ. എന്താ തന്റെ പേര്? മണിയമ്പിള്ള. മണിയമ്പിള്ള. വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു? പ്രൊഫസറുടെ വീട്ടിൽ നിൽക്കുക. നമ്മുടെ പരമേശ്വരൻ സാറിന്റെ? ആ, അവിടത്തെ കൊച്ചിന് ഉച്ചയ്ക്കുള്ള ചോറും കൊടുത്തേച്ച് വരുക. അപ്പോഴാ കണ്ട്. എനിക്കിഷ്ടമായി. ഉഗ്രമായിരുന്നു. എന്തിനാ എല്ലാരും കൈയടിച്ചേ? മണിയമ്പിള്ളം കൈയടിച്ചില്ലേ? അടിച്ചു. എന്തിനാ അടിച്ചേ? അതറിയാൻ മേലെ. എന്തുവായി വിളിച്ചു പോയി പറഞ്ഞേ? വിളിച്ചു പോയി പറഞ്ഞു. ആ, എന്നോട് വേലയൊന്നും നടക്കണ്ട, ഞാൻ കണ്ടതാ. എന്ത് കണ്ടു? ഏതാണ്ടൊക്കെ വിളിച്ചു പോയി പറഞ്ഞപ്പോഴാണല്ലോ കയ്യടി കിട്ടിയേ. അതെ, പക്ഷെ അതിപ്പോ പറഞ്ഞാൽ മണിയമ്പിള്ളയ്ക്ക് മനസ്സിലായി. ഞാൻ ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള വലിയ വലിയ വിപ്ലവങ്ങളെ പറ്റി പ്രസംഗിക്കരുത്. ആരാ പറഞ്ഞേ എനിക്ക് വിപ്ലവം അറിയത്തില്ലെന്ന്? ആഹാ, മണിയമ്പിള്ളയ്ക്ക് വിപ്ലവം എന്താണെന്ന് അറിയാവുന്നു? എനിക്കറിയാം, വീട്ടിൽ അച്ഛനും അറിയാം. പക്ഷെ അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. നാട്ടിലാണേ അച്ഛൻ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോ കുട്ടിക്കൃഷ്ണൻ മേശയുടെ കടയിൽ നിന്ന് 2000 രൂപയ്ക്ക് വിപ്ലവം കഴിച്ചോണ്ടാ വരുന്നത്. വന്നാ സാറ് പറയണ പോലെയൊക്കെ സംസാരിക്കും. വിപ്ലവം കൂടുതൽ കഴിച്ചാ അമ്മച്ചിയെ വീഴ്ത്തുകയും ചെയ്യും. താൻ ആളൊരു കൊച്ചു രസികനാണല്ലോ മണിയമ്പിള്ളേ. ഈ പത്രം എനിക്ക് തരാമോ? അത് ഇന്നത്തെ പത്രമല്ലേ? ഞാൻ പോലും നേരെ വായിച്ചില്ലല്ലോ. എന്തിനാ വായിക്കാനാ? എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ലോ. പിന്നെ ഈ പടം പൊറിച്ചെടുക്കാനാ ഞാൻ സിനിമാ നോട്ടീസും പരസ്യവും ഒക്കെ എടുത്തു വെക്കും. എനിക്കത് വലിയ ഇഷ്ടമാ. സിനിമ കാണത്തില്ലയോ? ഏയ്, അന്തസ്സുള്ള ആൾക്കാര് സിനിമ ആണോ മണിയമ്പിള്ളേ? ഞാൻ എല്ലാ പടവും കാണുന്ന കൂട്ടത്തിലാ. നസീറിന്റെ ആ കൂടുതലും. നസീർ ഉണ്ടെങ്കിലേ പടത്തിനൊരു ഇതുള്ളു. ആഹാ. ആ, ശരി, മണിയമ്പിള്ള ഒരു കാര്യം ചെയ്യും. നാളെ ഏതാണ്ട് ഈ സമയത്ത് ഇങ്ങോട്ട് പോരെ. ഞാൻ ഈ പത്രം അങ്ങ് വന്നേക്കാം. എന്നാ ഞാൻ പോട്ടെ. ആ. താമസിച്ച് എന്നാ വീട്ടിൽ വഴക്ക് പറയും. സമയം കിട്ടുമ്പോഴേ ഇങ്ങോട്ട് പോരെ. നല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. ആ. ഹലോ, അമ്മയാണോ? ആ, ഇത് ഗോപിയാണ്. ഗോപിയാണ്. ഉറക്കെ പറയൂ, കേൾക്കാൻ വയ്യ. നിങ്ങൾ എന്നാ ഇങ്ങോട്ട് വരുന്നേ? 10-ാം തീയതിയോ? എന്തൊരു ബോധേർപ്പാടാ. അമ്മ അച്ഛന് 25-ാം തീയതി ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞിരുന്നത്. ഞാനതുകൊണ്ട് 25 വരെ പാർട്ടി വിട്ടു കൊടുത്തിരിക്കുക വീട്. ആ, അവിടെ മീറ്റിങ്ങിന്. അതമ്മ പറയണം. അച്ഛനോട് അമ്മ ലൈനിൽ പറഞ്ഞോണ്ടാ മതി. 25-ാം തീയതിക്ക് മുമ്പ് അമ്മ ഇങ്ങോട്ട് വരരുത്. വന്നവിടെ മുഴുവൻ പാർട്ടിക്കാരായിരിക്കും. അച്ഛനോട് പറയണം.